പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നാലും നമ്മെ ജയത്തിലേക്ക് നയിക്കുവാൻ, പ്രതിസന്ധിയിൽ മുങ്ങിപ്പോകാതെ തൻ്റെ വലം കൈ നൽകി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ തകർന്നു പോകാതെ, പിന്മാറിപ്പോകാതെ മുൻപോട്ട് നമ്മെ നയിക്കുന്നത്. പ്രശ്നകലുഷിതമായ ഈ ലോകസാഗരത്തിലൂടെ നിത്യത ലക്ഷ്യമാക്കി തുഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. എന്നാൽ ഇന്ന് പകൽ എന്താണ് തീരമണയുമെന്നുള്ളതിൻ്റെ ഉറപ്പ്? കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിത പടകിൻ്റെ അമരത്ത് സകലത്തെയും നിയന്ത്രിക്കുന്നവനായി അവൻ മൗനമായിരിക്കുമ്പോഴും അവൻ നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ? അവൻ മൗനമായിരിക്കുമ്പോഴും അവന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവനൊന്നും മിണ്ടുന്നില്ലെങ്കിലും അവൻ്റെ കരങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് ഇപ്പോൾ കാണുന്ന കാർമേഘങ്ങളെ കണ്ടിട്ട്, പ്രതിസന്ധികളെ കണ്ടിട്ട് പിറുപിറുക്കാൻ അധരം തുറക്കാതെ ഇന്ന് പകൽ എൻ്റെ ദൈവം സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണെന്നുള്ള ആ വിശ്വാസത്തിൽ, ആ ഉറപ്പിൽ ഒന്ന് എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ! അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, വഴികളെ തുറക്കുന്നവൻ, അവൻ ആൽഫയും ഒമേഗയുമായി, ആദ്യനും അന്ത്യനുമായി ഇന്നു പകൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അല്പസമയം കൂടി ശബ്ദങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ! മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആ കർത്താവിനെ സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യകരമായ നിമിഷമാണ്. നമുക്ക് ചേർന്ന് പാടാം, നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ശരണസ്ഥലം. സദൃശവാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ നാമം അത് ഉറപ്പുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാൽ നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ ഇന്ന് പകൽ ഓടി വന്നൊന്ന് അഭയം പ്രാപിക്കുവാൻ, നല്ല ശരണസ്ഥലമായി തൻ്റെ വിരിക്കപ്പെട്ട ചിറകുമായി ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കയറി നിന്നുകൊണ്ട് ജീസസ്, ഹല്ലേലൂയ, ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. We worship you, God. We worship you, God. We worship you, God. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. സകല ഭയവും നീങ്ങിപ്പോകട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനം പറയുമ്പോൾ ഇന്ന് പകൽ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി പ്രത്യാശയോടെ, ആമേൻ, സന്തോഷത്തോടെ ഇന്ന് പകൽ ആ കർത്താവിനെ ഒന്ന് പാടി സ്തുതിക്കുമോ? ഹല്ലേലൂയ! പരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ, നീയത്രേ എൻ
രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ദൈവജനമൊന്ന് പ്രത്യാശയോടെ വരികളൊന്ന് ചേർന്ന് പാടിയൊന്ന് കർത്താവിനെ ആരാധിച്ച്. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്ന യേശുവേ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിൽ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള മാതിരുമായുള്ള വാസം കൊതിക്കുന്നവരൊന്ന് ചേർന്ന് പാടുമോ? നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ലോക ജനതയുടെ രക്ഷകനായ ക്രിസ്തുവിനെ, പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനെ ഇന്ന് മകൻ ജനം ചേർന്നുയർത്തട്ടെ. ഓ പരപരമേശ പരമരുളീശ മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നാം ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തെ ജനം ചേർന്ന് ഓ ഹല്ലേലൂയ. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം ജനം ചേർന്ന. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണുന്നവർക്ക്, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരപര
പരമേശ, ഓ നീ അത്രേ എൻ രക്ഷാസ്ഥാനം. ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ നിന്നും സൂര്യശോഭ കാണും. 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 പരമരമേശ പരമരുളീശ നീ അത്രേ എൻ പരമേശ പരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ജനം ചേർന്ന് എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പ നാമം. ഓ ശ്രീയേശുനാമം അതിശയ, ഓ വാനം ഭൂമിയേവം, വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള, വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച ഇന്ന് പകൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാമത്തെ ജനമൊന്ന് ചേർന്ന് ഉയർത്തിക്കേ. സകല അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ചവൻ ഇന്ന് പകൽ നിന്റെ നായകനായി നിന്നോട് കൂടെയുള്ളത് കൊണ്ട് അവന്റെ നാമം ചേർന്ന് ശ്രീയേശുനാമം. ഓ രമണശകനം തേരേ ഏഴേനിക്കിമ്പ നാമം. ഹല്ലേലൂയ. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പ നാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പ നാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയ, ഓ ഏഴേനിക്കിമ്പ നാമം. ഓ രമണഗദന ഭൗഷന്തേ ശ്രീയേശുനാമം അതിശയനാമം, ഓ രമണഗശദനമന. ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ അധരങ്ങൾക്ക് വിശ്രമം കൊടുക്കാതെ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ, സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ, സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ വായും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധനായവനെ, സർവശക്തനായ ദൈവത്തെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മാത്രം യോഗ്യൻ. കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ യോഗ്യൻ. സർവ്വ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യൻ. ഓ ജീസസ്. അവൻ ദേവാദിദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ.
എൻ മനമേ സ്തുതിക്ക നിന്നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. എൻ മനമേ സ്തുതിക്ക, എൻ മനമേ സ്തുതിക്ക നിന്നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ. അവനെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ടവരെ ശബ്ദങ്ങളെ ഉയർത്തി യേശു, യേശു ദേവാദിദേവൻ കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദി പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. സന്തോഷമുള്ളവരെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ പുകഴ്ത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് 2, 3, 4 വാക്കുകളൊക്കെ ഉള്ളൂ. കർത്താവേ നീ ഉന്നതൻ, നീ ശ്രേഷ്ഠൻ. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ വൊക്കാബുലറീസ് ഒന്ന് വർദ്ധിപ്പിച്ചാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൂതന്മാർ സദാസമയവും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവൻ. തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ കർത്താവിനെ സ്തുതിക്കുവാൻ വാക്കുകൾക്ക് പഞ്ഞം വരാതിരിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ആമേൻ നമുക്കൊന്ന് ശ്രമിക്കാം. കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അവൻ്റെ നാമത്തിന് യോഗ്യമായ ആരാധന നൽകുവാൻ, സ്തുതി നൽകുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു കൃപ എനിക്ക് കർത്താവ് നൽകണമെന്ന്? ഇന്നു പകൽ നാം അവനെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. എന്നാൽ ആരാധിക്കുന്നവരെ ഹൃദയത്തിൽ നിന്ന് ഹൃദയംഗമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരെ അവൻ ഒരു നാളും മറന്നിട്ടില്ല. ആരാധന ഒരു യാഗമാണ്. അതിനായി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരെ, തങ്ങൾക്കുള്ളതിനെ ഉപേക്ഷിച്ചവരെ, തങ്ങൾക്കുള്ളതിനെ ഏൽപ്പിച്ചു കൊടുത്തവരെ അവൻ മറന്നിട്ടില്ല. അവൻ അവരെ ഓർത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്നവർക്കായി കരുതുന്ന ഒരു ദൈവം, ആരാധിക്കുന്നത് ഉയർച്ചയ്ക്ക് വേണ്ടിയും ബഹുമാനത്തിനു വേണ്ടിയും ഒന്നുമല്ലെങ്കിലും ആരാധിക്കുന്നവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ അവരെ നയിക്കുന്നവരെ പുലർത്തുന്ന ഒരു ദൈവം തിരുവചനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുന്നവർ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, കർത്താവേ എൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായി തീരണമേ, എൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായി തീരണമേ. അങ്ങനെയെങ്കിൽ സകല നന്മയും സകല മാനവും ഉയരത്തിൽ നിന്ന് പ്രാപിച്ചവർ, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സൗജന്യമായി പ്രാപിച്ചവർ എന്നെ ഇന്ന് പകൽ കേൾക്കുന്നെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി സകലത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞാട്ടെ, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്നൊന്ന് പാടാം. ഹല്ലേലൂയ. ആ വിശ്വസ്തനായ കർത്താവിൻ്റെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം.
ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. Come on, ഒരേ ആത്മാവിൽ ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചോ. ഹല്ലേലൂയ. ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. കാംക്ഷിക്കും പോലെ എന്നുള്ളം നിനക്കായി ദാഹിക്കുന്നേ, മാൻനീർത്തോടിനായി കാംക്ഷിക്കും പോലെ എന്നുള്ളം നിനക്കായി ദാഹിക്കുന്നേ. യാചിക്കുന്നവർക്കായി നൽകുന്ന ദൈവം, യാചിക്കുന്നവർക്കായി നൽകുന്ന ദൈവം, മുത്തിടുന്നവർക്കായി തുറക്കുന്ന ദൈവം, മുത്തിടുന്നവർക്കായി തുറക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവർക്കായി പ്രവർത്തിക്കും ദൈവം, പ്രാർത്ഥിക്കുന്നവർക്കായി പ്രവർത്തിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ, യേശുവിനെ, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. കാൽവരി മലയിൽ കാൽക്കരം തൂങ്ങി പാപിയാമെനിക്കായി മരിച്ചുയിരേകി, കാൽവരി മലയിൽ കാൽക്കരം തൂങ്ങി പാപിയാമെനിക്കായി മരിച്ചുയിരേകി. വിശ്വസിപ്പവരെ മാനിക്കും ദൈവം, വിശ്വസിപ്പവരെ മാനിക്കും ദൈവം, പിൻഗമിപ്പവരെ നടത്തിടും ദൈവം, പിൻഗമിപ്പവരെ നടത്തിടും ദൈവം. കാത്തിരിപ്പവരെ പ്രത്യാശയോടെ കാത്തിരിപ്പവരെ ചേർത്തിടും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും. വിശ്വാസത്തോടെ ആരാധിക്കും,
വിടുവിക്കും ദൈവം, ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം. യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം. യേശുവിനെ യേശുവിനെ ആരാധിക്കാം. യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം. യേശുവിനെ യേശുവിനെ ആരാധിക്കാം. യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം. ഓ ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ജനം ചേർന്ന് പാടുമോ? ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ അഴിയുമോ? നാം ആരാധിക്കുന്നവന്റെ മഹത്വം അറിഞ്ഞ് ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാനോ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാനോ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോ, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂര, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂര. ചെയ്തവൻ നീ മാത്രമേ, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ഓ ചെയ്തവൻ നീ മാത്രമേ, എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ഓ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയായ ചീടുക, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായ ചീടുക, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യ, ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഓ ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ആരാധിപ്പാൻ യോഗ്യനെ, ആരിലും ഉന്നതനെ, ആരാധിക്കുന്ന അങ്ങയെ ആദ്യനും അന്ത്യനുമേ. ആരാധിപ്പാൻ യോഗ്യനെ, ആരിലും ഉന്നതനെ, ആരാധിക്കുന്ന അങ്ങയെ ആദ്യനും അന്ത്യനുമേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ആഗ്രഹമുള്ളവർ ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഓ
പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് ആത്മാവിൽ അല്പസമയം ഒന്ന് ആരാധിച്ചേ. ഇന്ന് പകൽ അവൻ നമ്മെ തന്റെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. അധികമായി അധികമായി ആ പുതുശക്തിയെ നമ്മിൽ അവൻ പകരട്ടെ. ആ പുത്തൻ അഭിഷേകത്തെ നമ്മിൽ അവൻ പകരട്ടെ. ഇന്ന് പകൽ ആരാധനയെങ്കിൽ വിടുതൽ സംഭവിക്കട്ടെ. ആരാധനയെങ്കിൽ കെട്ടുകൾ അഴിയട്ടെ. ആരാധനയെങ്കിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. നാളുകളായി പിശാച് അവൻ തടുത്തു വെച്ച ചിലതിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരട്ടെ. ഇന്ന് പകൽ സത്യാരാധനയ്ക്കായി ചിലരുടെ കണ്ണുകളെ ദൈവം ഇന്ന് പകൽ തുറക്കട്ടെ. അവനെ ആരാധിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. സത്യ നമസ്കാരികൾ ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ, മറ്റൊന്നും നോക്കാതെ ഇന്ന് മകൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഞങ്ങൾ വാഴ്ത്തിയിടും, വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാണ്. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ജയമാണ്. ദൈവ സാന്നിധ്യത്തിൽ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. ശത്രുവിന്റെ തീയമ്പുകൾ വെന്തുപോകുന്ന സ്ഥലമാണ് ദൈവ സാന്നിധ്യം. നിനക്കെതിരെ അവൻ എയ്തു വിടുന്ന എല്ലാ തീയമ്പുകളും ദൈവ സാന്നിധ്യത്തിന്റെ കവറിങ്ങിൽ അത് തീർന്നു പോവുകയാണ്. വിശ്വസിച്ചേ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ നിന്നെ ദൈവം സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തിനകത്ത് അവന്റെ തങ്ക ചിറകടിയിൽ ഒന്ന് കയറി നിന്ന് ഇന്ന് പകൽ ആ വിടുതലൊന്ന് അനുഭവിച്ചേ. ഓ ജീസസ്, ഹല്ലേലൂയ. Jesus, hallelujah. We worship you, God. We worship you. Oh, Jesus. Yehovah Rafa, സൗഖ്യത്തിൻ്റെ ദായകൻ, സൗഖ്യമാക്കും കരങ്ങളാ തോടും താ ഒരുക്കമോ തിരുനീളം ഒഴുകിടും കുരിശിൻ്റെ ചുവട്ടില വരുവോക്ക് അരുളിടും വിടുതൽ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശുവിന്റെ സ്നേഹം അനുഭവിച്ച ഒരുവൻ എന്ന നിലയിൽ ഇന്നു പകൽ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ക്രൂശിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയ സ്നേഹം പ്രദർശിക്കപ്പെട്ട കാൽവറി ക്രൂശിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ലോകത്ത് ആർക്കും നിങ്ങളെ തൊടാൻ കഴിയാത്ത, ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത ആമേൻ വിധത്തിൽ ഇന്ന് പകൽ യേശുവിന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. ആര് നിങ്ങളെ കൈവിട്ടാലും അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യേശു തമ്പുരാൻ ആമേൻ ഹല്ലേലൂയ കാരിനും പാടികളിൽ ആമേൻ ഹല്ലേലൂയ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ ഇന്ന് പകൽ ആ ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ ആ ചിത്രത്തിന് നിങ്ങളോട് പറയാനുള്ള ഒരു വലിയ സന്ദേശമുണ്ട്. He still loves you. യേശു നിന്നെ ഇന്ന് പകലും സ്നേഹിക്കുന്നു. തിരുനീളം ഒഴുകിടും കുരിശിന്റെ ചുവട്ടില വരുവോക്ക് അരുളിടും വിടുതൽ.
നാം ആരാധിക്കാം മനസ്സോടെന്നും, നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാം തിരുസന്നിധി പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നതനെ മഹത്വത്തെ വർണ്ണിച്ചിടാം. നാം ആരാധിക്കാം, നാം ആരാധിക്കാം മനസ്സോടെന്നും, നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാം തിരുസന്നിധി പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നതനെ മഹത്വത്തെ വർണ്ണിച്ചിടാം. ഇന്നുമെന്നും ഉന്നതനെ മഹത്വത്തെ വർണ്ണിച്ചിടാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, എന്നാളും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഉന്നതനായവനെ, ഉയർന്നിരിക്കുന്നവനെ, ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായവനെ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകലും അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് അവിടുന്ന് ബലം നൽകിയതിനായി സ്തോത്രം. അനേകർ ഹൃദയം കൊണ്ട് ഇന്ന് പകലും അങ്ങേ ആരാധിക്കുവാൻ കഴിയാതെ, ശബ്ദമുയർത്തുവാൻ പോലും കഴിയാതെ വേദനയോടെ പലരുമായിരിക്കുമ്പോഴും ഇന്ന് പകലും ആരോഗ്യമുള്ള ഒരു ശരീരം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾക്ക് അങ്ങയെ ഘോഷസ്വരത്തോടെ സ്തുതിപ്പാൻ ശബ്ദം അങ്ങ് ഞങ്ങൾക്ക് നൽകി. എല്ലാറ്റിലും മീതെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങ് ഞങ്ങളുടെ നല്ല ഇടയനായി ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളെ വഴി നടത്തി. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നപ്പോഴും ഒരനർത്ഥവും ഭയപ്പെടാതെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഇന്നുവരെയും അവിടുന്ന് വഴി നടത്തി. ഞങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരേ ആത്മാവിൽ അങ്ങേ സ്തുതിപ്പാൻ അങ്ങ് നൽകിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നമുക്ക് ജയം നൽകിയ കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.